സൗജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധിയിൽ ഇളവ് വരുത്തി സർക്കാർ. ദീർഘകാലമായി സർക്കാർ ഭൂമി കൈവശം വെച്ചും വീട് വെച്ച് താമസിച്ചും വരുന്ന നിർധന കുടുംബങ്ങൾക്ക് സൗജന്യ ഭൂമി പതിവിന് വരുമാന പരിധി ഒരു തടസ്സമായ സാഹചര്യത്തിലാണ് ചട്ട ഭേദഗതി വരുന്നത്. സുലേഖ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുലേഖ, എന്തായാലും ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾക്കാണ് ഇത് ഗുണം ചെയ്യുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. വിവരങ്ങൾ. തീർച്ചയായിട്ടും ബദലാവ് തന്നെയാണ്. ഇത്തരത്തിൽ ദീർഘകാലമായുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഇതോടെ നിറവേറ്റാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. 2013 വരുമാന പരിധി 1 ലക്ഷം രൂപയായി നിശ്ചയിച്ചത്. കേരളത്തിലെ ജീവിത നിലവാരം അനുസരിച്ച് 1 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി എന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് കമ്പോള വില ഒതുക്കി മാത്രമേ ഭൂമി പതിച്ചു നൽകാൻ കഴിയുമായിരുന്നുള്ളൂ. 1 ലക്ഷം രൂപ പരിധി 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നതോടെ നിരവധി ഗുണഭോക്താക്കൾക്കാണ് അത് സഹായകരമാവുക എന്നുള്ളത് തന്നെയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2.25 ലക്ഷം പട്ടയങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ദീർഘകാലമായി സർക്കാർ ഭൂമി കൈവശം വച്ചും വീട് വെച്ച് താമസിച്ചു വരുന്ന നിർധന കുടുംബങ്ങൾക്ക് സൗജന്യ ഭൂമി പതിവിന് വരുമാന പരിധി ഒരു തടസ്സമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചട്ട ഭേദഗതിക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചരിത്രപരമായ തീരുമാനമാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ തീരുമാനം കൂടി നടപ്പിലാക്കുന്നതോടെ റവന്യൂ വകുപ്പിൽ സർക്കാർ നടപ്പിലാക്കുന്ന 9ാമത്തെ ഭേദഗതിയാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സൗജന്യമായി ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള വരുമാന പരിധി അത് നിലവിലുള്ള 1 ലക്ഷം രൂപയിൽ നിന്നും 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ദീർഘകാലമായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇതോടെ നിറവേറ്റാൻ പോകുന്നത്. ശരി സുലേഖ.